അതെ, സുധിച്ചേട്ടാ ഞാൻ വന്നു കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് രേണു സുധി എൻ്റർ ചെയ്തിരിക്കുകയാണ്. രേണു സുധി ബിഗ് ബോസിലേക്ക് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ പലയിടങ്ങളിലും കണ്ടുവന്നത്. താൻ ബിഗ് ബോസിലേക്ക് ഇല്ല എന്ന്, ബിഗ് ബോസിൽ നിന്നും വിളി വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് രേണു സുധി ചെറുതായി പ്രേക്ഷകരെ പറ്റിച്ചെങ്കിലും അവസാനം രേണു സുധി ഇതാ ബിഗ് ബോസിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. വുമൺ കണ്ടസ്റ്റൻസിൽ ഏറ്റവും അവസാനമാണ് രേണു സുധി എൻ്റർ ചെയ്തിരിക്കുന്നത്. രേണു സുധിക്ക് സോഷ്യൽ മീഡിയയിലുള്ള സ്വീകാര്യതയും നെഗറ്റീവ് കമന്റ്സും ഒക്കെ ചർച്ച ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും രേണു സുധിയെ അറിയാം. രേണു സുധിയോട് എങ്ങനെയായിരിക്കും അവർ പെരുമാറുക, ഏത് തരത്തിലായിരിക്കും രേണു സുധി കണ്ടന്റ് കൊടുക്കുക എന്നൊക്കെയുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. അപ്പോൾ എല്ലായ്പ്പോഴും പോലെ സുധിച്ചേട്ടനെ വിളിച്ചുകൊണ്ട് സുധിച്ചേട്ടന്റെ ആത്മാവിനെ സ്മരിച്ചുകൊണ്ട് രേണു സുധി ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ബിഗ് ബോസ് ഹൗസിൽ രേണു സുധി എത്തിച്ചേർന്നപ്പോൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം നമ്മുടെ വൈറൽ ആങ്കർ ആയിട്ടുള്ള ഷാരിയയ്ക്കുണ്ടായ എക്സൈറ്റ്മെന്റ് ആണ്. അവർ രണ്ടുപേരും പുറത്തുനിന്ന് ഫ്രണ്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിൽ നല്ലൊരു കോംബോ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ തന്നെ അവർ വളരെ അടുത്തടുത്ത പെട്ടുകൾ തന്നെയാണ് സെലക്ട് ചെയ്തത്. പലതേക്കാൻ പോകാൻ തുടങ്ങിയിട്ടുള്ള കുശലങ്ങളൊക്കെ പറയുന്നത് നമ്മൾ ലൈവിൽ കണ്ടതാണ്. അപ്പോൾ ശാരികയും രേണുവും ഒരുമിച്ച് നിന്ന് എങ്ങനെയായിരിക്കും ഈ ഗെയിം മുന്നോട്ട് വെക്കുന്നതെന്ന് നമുക്ക് കാണാം. വളരെ വലിയ സാമ്പത്തിക ഭദ്രതയോ വളരെ വലിയ പോപ്പുലാരിറ്റിയോ ഒന്നും ഇല്ലാത്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്ന രേണു സുധി സോഷ്യൽ മീഡിയയിൽ യാതൊരുവിധ സപ്പോർട്ടും ഇല്ലാതെയാണ് തുടങ്ങിയെങ്കിലും പിന്നീട് ഒട്ടനവധി സപ്പോർട്ടുകളും അതുപോലെ തന്നെ ബോഡി ഷേമിംഗ് കമന്റുകളും നെഗറ്റീവ് കമന്റുകളും പേഴ്സണൽ അറ്റാക്കും ഒക്കെ സംഭവിച്ചെങ്കിലും വളരെ ബോൾഡായി തന്നെ അതുകൊണ്ട് പ്രതികരിച്ച ഒരു വ്യക്തിയാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഇനി ഉത്തരമായി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ലൈവിൽ സംഭവിച്ച ഒരു ഫണ്ണി മൊമെന്റ്സും കൂടെ പറയാം. രേണു സുധിയും ആര്യനും ശാരികയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. രേണു സുധി ശാരികയെ പല്ല് തേക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പൊ ആര്യൻ വെറുതെ തമാശയ്ക്ക് പറയാണ്, എന്തിനാണ് അവിടെ നിന്ന് പറയുന്നത്, നാടകീയമായി പറയുന്നത്, അടുത്ത് പോയി പറഞ്ഞൂടെ, നിങ്ങളാൾ കൊള്ളാമല്ലോ, നീ പോടാൻ നിന്റെ കാര്യം നോക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു ഫണ്ണി ആയിട്ട് തന്നെയാണ് ഒരു കോൺവെർസേഷൻ പോകുന്നത്. ആ ഒരു കോംബോ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്ന പോലെ രേണു സുധിയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഞാനും കാത്തിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ ഉറപ്പായും സപ്പോർട്ട് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. കാരണം ഒരു വിധത്തിൽ നമ്മൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് ജഡ്ജ് ചെയ്യേണ്ടതില്ല. ബിഗ് ബോസ് ഹൗസ് എന്നാൽ അവിടെ പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വോട്ട് ചെയ്യേണ്ട ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ ഒരു ബിഗ് ബോസ് ജേർണിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജെന്യുവിൻ ആയിട്ടുള്ള റിവ്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ചാനൽ എന്നും സന്നദ്ധരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ റിവ്യൂസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തുടർന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവിധ ലൈവ് അപ്ഡേറ്റ്സും ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. യാതൊരുവിധ പാർഷ്യാലിറ്റി ഇല്ലാതെ ബിഗ് ബോസ് റിവ്യൂസ് പൂർണ്ണമായും നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നതുമായിരിക്കും.